അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും പല രീതിയിൽ സോഷ്യൽ മീഡിയയായിട്ടും കമന്റിലായിട്ടും ചോദിച്ചൊരു ചോദ്യമാണ്, കൂറാത്തങ്ങളവറുകൾ എങ്ങനെയാണ് മരിച്ചത്? കൂറാത്തങ്ങളവറുകൾ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണോ മരിച്ചത്? ഇങ്ങനെ പലരും പല രീതിയിലുള്ള സംശയത്തിലാണ്. ഇതിനൊക്കെ കൃത്യമായ മറുപടി മഹാനായ കൂറത്തങ്ങളവരുടെ മകൻ കൂറാത്തങ്ങളവറുകളുടെ ജനാസ കൂറ എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. കൂറാത്തങ്ങളവറുകൾ വഫാത്തായത് തിങ്കളാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം, സുബഹി നിസ്കരിച്ചതിന് ശേഷം മക്കളെയൊക്കെ വിളിച്ച് വസിയത്തൊക്കെ ചെയ്ത് ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് തന്നെയാണ് മരിച്ചത്. ഒരുപാട് കാലമൊന്നും രോഗമായിട്ട് ഒരു രോഗവും ഉണ്ടായിട്ടില്ല, രോഗിയായി കിടന്നിട്ടുമില്ല. കൂറത്തങ്ങളവറുകൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത്. ആഖിബത്ത് നന്നായി രോഗങ്ങളൊന്നുമില്ലാതെ മരിക്കാനാണ്. അങ്ങനെ തന്നെയാണ് മരിച്ചത്. അതും ഒരു നല്ല ഒരു ദിവസത്തിൽ, മുഹറം മാസത്തിൽ മഹാനായ കൂറത്തങ്ങളവറുകൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞുപോയി. ഈ വാർത്ത ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെയും വിഷമപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഒരുപാട് ആളുകൾക്ക് താങ്ങും തണലുമായിരുന്ന മഹാനായ കൂറാത്തങ്ങളവറുകൾ ഒരുപാട് മഹല്ലുകളിൽ ഖാലി സ്ഥാനം ഏറ്റെടുത്ത തങ്ങളാണ് കൂറാത്തങ്ങളവറുകൾ. താജുൽ ഉലമ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ മകനെ തൊട്ട് നിങ്ങൾ കളിക്കരുത്, എന്നോട് കളിച്ചാലും കോയമ്മയെ, ഫസൽ കോയമ്മയെ നിങ്ങൾ കളിക്കരുത്, കാരണം അത് തീയാണ്, തൊട്ടാൽ പൊള്ളും. അത്രയും അധികം മഹാനായ താജുൽ ഉലമ അവിടുന്ന് സ്നേഹിച്ച പ്രിയപ്പെട്ട പുത്രനാണ് ഫസൽ കോയമ്മ തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. മഹാനായ കൂറാത്തങ്ങളവറുകൾ തൻ്റെ ജീവിതകാലത്ത് ഒരുപാട് കറാമത്തുകൾ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ നടക്കും. അതായിരുന്നു മഹാനായ കൂറാത്തങ്ങളവറുകളുടെ കറാമത്ത് എന്ന് പറയുന്നത്. കാണാൻ ചെറിയ രീതിയിലായിരുന്നു. ഒരു പള്ളിയിലെ ഉസ്താദ് എന്ന് ആരെങ്കിലും ആദ്യമായി കാണുന്നവർ ഭാവിച്ചു പോകും. കാരണം അങ്ങനെയായിരുന്നൊരു തലക്കെട്ടും ഒരു ചെറിയ ജുബ്ബവും ധരിച്ച് എല്ലാ വീടുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. മഹാനായ കൂറാത്തങ്ങളവറുകൾ ഇന്ന് മറവിട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് മഹാനായ സിയം വലിയുല്ലാഹി തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് കൈ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ നാടും ഇവിടുത്തെ വെള്ളവുമൊക്കെ മരുന്നായി മാറും എന്ന് മഹാനായ സിയമുലുല്ലാഹി തങ്ങൾ പഴയകാലത്ത് പറഞ്ഞിട്ടുണ്ട്. സിയമുലുല്ലാഹി തങ്ങൾ ആ ഭാഗത്തേക്കങ്ങ് കടന്നു ചെന്നാൽ അവിടെയുള്ള ഒരു പുഴയിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ വളരെയധികം മഹത്വങ്ങൾ നിറഞ്ഞ, വളരെയധികം കറാമത്തുകൾ കാണിച്ച, ആ മുസ്ലിമീങ്ങൾക്കും താങ്ങും തണലായി നിന്ന, ഒരുപാട് മഹല്ലത്തിന്റെ ഖാലി സ്ഥാനമേറ്റെടുത്തിരുന്ന മഹാനായ കൂറാത്തങ്ങളവറുകളുടെ മരണം ലോകത്തിന്റെ മരണമാണ്. മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞതുപോലെ ആലിമിന്റെ മരണം അത് ലോകത്തിന്റെ മരണമെന്നാണ്. കൂറാത്തങ്ങളുടെ മരണം കാരണം ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിച്ചത്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഉലമാക്കളുടെ മരണം എന്നുള്ളത് എന്ന് നാം മനസ്സിലാക്കി മഹാനവറുകളുടെ പേരിൽ ഫാത്തിഹയും ഇഖ്ലാസും യാസീനൊക്കെ കഴിയുന്നവർ കഴിയുന്നത് പോലെ ഓതി ഹദിയ ചെയ്യുക. അല്ലാഹു തആല മഹാനവറുകളോടൊപ്പം നമ്മേവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ദുആവസ്യത്തോടു കൂടെ അസ്സലാമു അലൈക്കും. ഈ വീഡിയോ ആദ്യമായി നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഇത്തരം ഇസ്ലാമികമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും. ദുആവസ്യത്തോടു കൂടെ അസ്സലാമു അലൈക്കും.